അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വതുബാരിക് വബാരിക് അലൈഹി വസല്ലം തസ്ലീമ. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പുതിയ വിഷയത്തിൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് തുടർന്നുകൊണ്ട് ഈ ക്ലാസ് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ ആദ്യം ഉണർത്തിക്കൊള്ളുന്നു. വിഷയമായി ഈ തെരഞ്ഞെടുത്തിട്ടുള്ളത് മനുഷ്യൻ്റെ മോക്ഷത്തിൻ്റെ മാർഗം. മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നു, എന്നും ഇവിടെ ജീവിക്കില്ല, ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ ശാശ്വതമായ മോക്ഷത്തിന് എന്താണ് മനുഷ്യൻ്റെ മാർഗം? ഇത് ഇന്ന് പല മോക്ഷമാർഗങ്ങളും പല നിലക്കും ഇന്ന് നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. വിവിധ മതങ്ങളുടെ ഇടയിൽ പല മോക്ഷമാർഗങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. എന്താണ് ശരിയായ മോക്ഷത്തിൻ്റെ മാർഗം എന്ന കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ ആദ്യം ഒരു പുരുഷനാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നും അതിന് ഇണയെ അള്ളാഹു തന്നെ സൃഷ്ടിക്കുകയും അങ്ങനെ ഇണസമ്പർക്കത്തിലൂടെ മനുഷ്യ സമൂഹം ഈ ലോകത്ത് വളർന്ന് വികസിച്ച് അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ ഭൂമിയുടെ നാനാഭാഗത്ത് വ്യാപിക്കുകയും ചെയ്തു. ഈ മനുഷ്യന് എങ്ങനെ ഈ ലോകത്ത് വന്നു വിട്ടു, ഇനി ലോകത്തേക്ക് എവിടേക്ക് പോകുന്നു, ഇതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കണമല്ലോ. മനുഷ്യൻ്റെ ആദ്യ പിതാവ് ആദമാണ് എന്ന് ദൈവികമായി അംഗീകരിക്കുന്ന മതങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ആദ്യത്തെ മനുഷ്യൻ ആദമാകുന്നു എന്ന്. ആദമിനെ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ മാലാഖമാരോട് ചോദിച്ചു, ഞാനിങ്ങനെ ഭൂമിയിൽ ഒരു ഖലീഫയെ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ്. ഒരു ഖലീഫയെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നു. ഖലീഫ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മലക്കുകൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് ഞങ്ങളുടെ മാതിരിയുള്ള ഒരു സൃഷ്ടിയല്ല. കാരണം മലക്കുകൾക്ക് അങ്ങനെ ഖിലാഫത്തില്ല. അതായത് ഒരു തലമുറ പോയി പിന്നെ വേറെ തലമുറ വരുന്നു എന്നത് മലക്കുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ വേണ്ടി അള്ളാഹു എന്താണ് ശാസിക്കുന്നത്, എന്താണ് കൽപ്പിക്കുന്നത്, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക സൃഷ്ടികളെ തന്നെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അതാണ് മലക്കുകൾ. എന്നാൽ അങ്ങനത്തെ അല്ല. ഇവിടെ ജനിക്കുന്നു, തലമുറ വരുന്നു, മരിച്ചു പോകുന്നു, ഇങ്ങനെ പിൻഗാമികളായി. അതാണ് ഖലീഫ എന്ന് പറഞ്ഞാൽ. അത് യഖ്ലുഫു ബഅ്ദുഹും ബഅ്ദ, ഖർനൻ ബഅദ ഖർനിൻ, ജീലൻ ബഅദ ജീൽ. അതിനങ്ങനെയാണ് തഫ്സീർ പറയാറുള്ളത്. ഒരു വിഭാഗം മരിച്ചു പോകുന്നു, മറ്റൊരു വിഭാഗം വരുന്നു, ഒരു വിഭാഗം അങ്ങനെ വരുന്നു. ഇങ്ങനെ തലമുറയെ ഒരു വർഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ തന്നെ അവരെ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കുഴപ്പക്കാരായിരിക്കുമല്ലോ അവർ, മലക്കുകൾ മനസ്സിലാക്കി. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു, ഈ ഭൂമിയിൽ കുഴപ്പവും നാശവും രക്തം ചെന്നവരെയും അള്ളാഹു എന്നെ സൃഷ്ടിക്കുകയാണോ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു. അതിന് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്കതേ അറിയൂ, നിങ്ങൾക്കറിയാത്തത് വേറെ എനിക്കറിയാം. ആ മലക്കുകൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ചില കഴിവുണ്ട്. ആ കഴിവ് ആദ്യമായി തന്നെ മലക്കുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു അല്ലാഹു. എന്താണത്? ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യങ്ങളെ എന്ത് കിട്ടിയാലും ശരി, അത് എന്താണ് അത് കണ്ടുപിടിക്കുവാനും അത് നാമകരണം ചെയ്യുവാനും അത് ഉപയോഗപ്പെടുത്തുവാനും അതിനുള്ളൊരു കഴിവ് അത് മനുഷ്യനുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കഴിവ് മനുഷ്യന് നൽകി, മലക്കുകൾക്ക് അതിന് കഴിയില്ല. എന്താണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് അത് പറയുന്നു, എന്താണ് പറഞ്ഞു കൊടുത്തത് അത് അവൻ മനസ്സിലാക്കുന്നു. ഇതിനല്ലാതെ കൂടുതൽ ചിന്ത വികസിപ്പിച്ചുകൊണ്ട് കണ്ടുപിടുത്തങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ അത് മലക്കുകൾക്ക് സാധ്യമല്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഓരോ വസ്തുവും എന്താണ് എന്ന് മനസ്സിലാക്കുന്നു, കണ്ടുപിടിക്കുന്നു, പുതിയത് കണ്ടുപിടിക്കുന്നു. അങ്ങനെ മനുഷ്യനെ പ്രത്യേകമായി മനുഷ്യൻ്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ബിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. ഖുർആൻ എടുത്ത് പറഞ്ഞു, ഈ ആദ്യ മനുഷ്യൻ്റെ സന്തതികളെ ഞാൻ ആദരിച്ചിട്ടുണ്ട്.
അതാണ് പറഞ്ഞത്, വിലക്കത് കറംനാ ബനി ആദം, ആദമിൻ്റെ സന്തതികൾ നാം ആദരിച്ചിരിക്കുന്നു. കടലിലും കരയിലും അവരെ ഞാൻ വാഹനത്തിലേറ്റിയിട്ടുണ്ട്. കടലിൽ കൂടെ സഞ്ചരിക്കാൻ, കരയിലൂടെ സഞ്ചരിക്കാൻ, ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ, ഇങ്ങനെ വാഹനങ്ങൾ കണ്ടുപിടിക്കാൻ അതിനൊക്കെയുള്ള കഴിവ്. അതുപോലെ തന്നെ ആഹാരത്തിൽ ഓരോരോ കാലഘട്ടത്തിലും പരിസ്ഥിതി ഓരോ സ്ഥലത്തേക്കും പറ്റിയ വിധത്തിൽ ആഹാരങ്ങൾ ഉണ്ടാക്കുവാനും അതിൽ മാറ്റങ്ങൾ വരുത്തുവാനും എല്ലാം അതിന് മനുഷ്യന് പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ഇത് മനുഷ്യൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നു. എന്നാൽ അവന് അറിയാത്തൊരു കാര്യം, അവന് എല്ലാം കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിലും ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യം അവനുണ്ട്. അതായത് അവൻ്റെ ജീവൻ. അവൻ മനുഷ്യർ ജീവിക്കുന്നു എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ഈ ജീവൻ? എവിടെ നിന്നാണ് ഈ ജീവൻ വന്നത്? എവിടേക്കാണ് ഈ ജീവൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് മനുഷ്യന് ഈ ചിന്ത എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട്. പലരും അങ്ങോട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെ അവതരണ കാലഘട്ടത്തിൽ പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി, നബിയെ, എവിടെ നിന്നാണ് ഈ ജീവൻ വരുന്നത്? ഈ ആത്മാവ്, റൂഹ് എന്ന് പറയുന്നത്, അതാണല്ലോ മനുഷ്യൻ്റെ ഈ ചലനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. റൂഹ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, റൂഹ് ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത്. പക്ഷേ ഈ റൂഹ് എവിടെ നിന്ന് വരുന്നു? ഇത് എന്തുകൊണ്ട് ശരീരത്തിൽ നിൽക്കുന്ന എവിടേക്കാണ് പോകുന്നത്? ഇതിനെപ്പറ്റി ചോദിച്ചാൽ അതിന് ഖുർആൻ നബിയോട് മറുപടി പറയാൻ പറഞ്ഞു, ഇസ്അലുനെ കാൻ്റെ റൂഹ് ഖുൽ റൂഹ് മിൻ അംരി റബ്ബി. ഈ റൂഹ് എന്ന് പറയുന്നത് അത് സൃഷ്ടാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. സൃഷ്ടികളായ നമുക്ക് അതിനെപ്പറ്റി അതൊന്നും അറിയില്ല. ഒമാ ഊതീത്തുമിനൽ ഇല്ലാ ഖലീല, അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് അറിവ് മനുഷ്യവർഗത്തിന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എല്ലാ അറിവും മനുഷ്യന് നേടാൻ സാധിക്കുമെങ്കിലും അവൻ്റെ ജീവനെക്കുറിച്ച് അവനറിയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ ജീവൻ എവിടേക്ക് പോകുന്നു? അത് നശിച്ചു പോകുമോ? അതല്ല നിലനിൽക്കുമോ? നശിച്ചു പോകില്ല എന്ന് തന്നെയാണ് അത് സൃഷ്ടിച്ച നാഥൻ അത് ആ രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലോകം, ഇവിടുത്തെ ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണത്തിനാണ് വിട്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മളെ ഇന്നലേക്ക് പറഞ്ഞയച്ചു. ഒരു പരീക്ഷണം. അതെന്താണ് പരീക്ഷണത്തിന്? ആദ്യ മനുഷ്യനെ സുഖമായി ജീവിക്കാനുള്ള സൗകര്യത്തിൽ സ്വർഗീയ ജീവിതത്തിലാണ് സ്വർഗ്ഗലോകത്ത് സൃഷ്ടിച്ചു വെച്ചത്. ആ സ്വർഗ്ഗലോകത്ത് സൃഷ്ടിച്ചു വെച്ചപ്പോൾ ഈ മനുഷ്യൻ ആദ്യം നിന്ന് ശത്രു ഉണ്ടായിരുന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. അതാണ് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവരും ആ മനുഷ്യൻ്റെ തലകുനിക്കണം, സാഷ്ടാംഗം ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിച്ചു. മലക്കുകളെല്ലാം സാഷ്ടാംഗം ചെയ്തു. മലക്കുകൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ, അതായത് ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സംശയം ഉണ്ടാക്കുന്ന ഒരുത്തൻ, അഹങ്കരിച്ച് മാറി നിന്നു. കാരണം ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന് ഞാൻ ഒരിക്കലും സാഷ്ടാംഗം ചെയ്യില്ല, ഞാൻ ഒരിക്കലും സുജൂദ് ചെയ്യില്ല. അതുകൊണ്ട് അവന് ഈ അഹങ്കാരം കൊണ്ട് അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയമായി. പക്ഷേ അങ്ങനെ ശാപത്തിന് വിധേയമായി അവനെ ശപിച്ച് അവിടുന്ന് പുറത്താക്കാൻ പറഞ്ഞപ്പോൾ, ഞാൻ ഈ മനുഷ്യവർഗത്തെ എല്ലാവരെയും വഴികേടിലാക്കും, എല്ലാവരും ഞാൻ വഴികേടിലാക്കും, അവരെയൊക്കെ ഞാൻ ധിക്കാരികളാക്കി മാറ്റും. ഏതായാലും ഞാൻ ധിക്കാരിയായി ഇങ്ങനെ പോയല്ലോ, ഞാൻ എല്ലാവരും ധിക്കാരിയാക്കും. അതുകൊണ്ട് അതിൽ നിന്ന് നിന്നെ പിന്തുടർന്ന് വരാനാണോ, അവരെ മാത്രമേ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതുള്ളൂ. അവരിൽ നിൻ്റെ അടിമകളായി നിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ എന്നാണ് പറഞ്ഞു. നിഷ്കളങ്കരായ നിൻ്റെ ദാസന്മാരൊഴികെ ബാക്കിയൊക്കെ ഞാൻ വഴികളിലാക്കും. ഇതാണ് പറഞ്ഞത്. ഈ നിലക്ക് അവിടെ ഒരു ശത്രു മനുഷ്യനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശത്രു ആദ്യത്തെ മനുഷ്യർ തന്നെ വഴികളിലാക്കി എന്നതാണ്. അതായത് സ്വർഗീയ ജീവിതത്തിൽ സ്വർഗത്തിൽ സകല സൗകര്യത്തോടു കൂടി സൃഷ്ടിച്ച മനുഷ്യനെ, അത് ഈ ഇബ്ലീസ് എന്ന് പറഞ്ഞ ഖാനമിൽ ജിന്ന് എന്ന ഖുർആനിൽപ്പെട്ടിരുന്നതും മനുഷ്യന് കാണാൻ കഴിയാത്ത ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നതാണ്. അവൻ ഈ ആദ്യ മനുഷ്യനെ തന്നെ ദുർബോധനം ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് എന്നും ശാശ്വതമായി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ എല്ലാം ഉപയോഗിക്കണം. എന്നാൽ മനുഷ്യനോട് കൽപ്പനയുണ്ടായിരുന്നു, ഇണകളായി ജീവിക്കുന്ന ആദമിനും ഇണയ്ക്കും രണ്ടാളുകൾ കൽപ്പന, അതാ നിങ്ങൾക്ക് സുഖമായി ഇവിടെ ജീവിക്കാം, നിങ്ങൾക്ക് വിശക്കേണ്ടതില്ല, ദാഹിക്കേണ്ടതില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും വസ്ത്രങ്ങൾ അണിയണമെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല, അങ്ങനത്തെ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം, ഒരു വൃക്ഷം അതിൻ്റെ അടുത്തേക്ക് ചെല്ലരുത്, അതിനെ സമീപിക്കുക പോലും നിങ്ങൾ ചെയ്യരുത്. ഇതാണ് കൽപ്പന. ഈ കൽപ്പന വന്ന ആ കൽപ്പന മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ, ആ നിലക്ക് തന്നെ അനുസരിച്ചു. പക്ഷേ ഇവിടെ
മനുഷ്യൻ്റെ ശത്രു ഇബ്ലീസ് അവരെ എങ്ങനെയെങ്കിലും മനുഷ്യനെ വഴികളിലാക്കണം. അതിനുവേണ്ടി ദുർബോധനമായി ചെന്നു അവരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നും ഈ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം ഈ സ്വർഗത്തിൽ, എങ്കിൽ ഈ കൽപ്പന നിങ്ങൾ ലംഘിക്കണം. അതായത് നിങ്ങളോട് ആ വൃക്ഷത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു ഒരു 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 വിലക്ക് വെച്ചതാണ്. ആ വിലക്ക് ലംഘിച്ചാലേ നിങ്ങൾക്ക് ഇവിടെ എന്നും ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് ശാശ്വതമായി നിങ്ങൾക്ക് ഈ സ്വർഗത്ത് താമസിക്കണമോ നിങ്ങളത് ലംഘിക്കണം. അങ്ങനെയാണ് അവർ ആ അവസാനം പൈശാചികമായി ഇബ്ലീസിൻ്റെ ഈ ദുർബോധനത്തിൻ്റെ വശംവദനായി നമ്മുടെ മാതാപിതാക്കൾ രണ്ടുപേരും ആ വസുവാസിൽ കുടുങ്ങി. വസുവസലഹുമ ഷെയ്ത്താൻ, രണ്ടുപേരെയും ആ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ തന്നെ അകറ്റിയ മാറ്റപ്പെട്ടവനാണ്. ആ ഷെയ്ത്താൻ അവർക്ക് ദുർബോധനം ചെയ്ത് ആ വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചു. അതുകൊണ്ട് അവൻ പാപിയായി. ഇനി അവന് ഇവിടുന്ന് പുറത്തു പോകാൻ, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകണം, ഇറങ്ങി ഭൂമിയിലേക്ക് വന്നു. ഇവിടുന്നാണ് നാം മനസ്സിലാക്കേണ്ടത്, നാം ഭൂമിയിലെത്തി മനുഷ്യവർഗം. പക്ഷേ ഈ ഭൂമിയിലെത്തിയാൽ ഇനി ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണോ? തിരിച്ചു പോകണമെങ്കിൽ മാർഗമുണ്ട്. അതിന് സൃഷ്ടാവ് തന്നെ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള മാർഗം നിങ്ങൾക്കെത്തും. ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. എൻ്റെ മാർഗദർശനം നിങ്ങൾക്ക് വരും, ഇന്ന മാതിരി ജീവിക്കണം, ഇന്ന മാതിരിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന വിധിവിലക്കുകളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് നിങ്ങൾ കൽപ്പിച്ചത് അനുസരിക്കണം, നിരോധിച്ചതിൽ നിന്ന് നിങ്ങൾ പാടെ മാറി നിൽക്കണം, ഇങ്ങനെ ജീവൻ നയിക്കണം എന്നതാണ്. അത് ആ നിലക്ക് തന്നെ നിങ്ങളുള്ള സന്മാർഗം നിങ്ങൾക്ക് വരും. ഈ മാർഗദർശനം നിങ്ങൾ പിന്തുടരിയാൽ പേടിക്കേണ്ട, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഈ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാം, ആ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാർഗം എന്താണ്? അവിടെയാണ് നമ്മുടെ മോക്ഷം. നമുക്ക് ആ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തണം. അതിനെന്താണ് മാർഗം? അള്ളാഹുവിൻ്റെ മാർഗദർശനം വന്നിട്ടുണ്ട്. ഈ മാർഗദർശനം ഏതാണ് ശരി? ഇന്ന് ആ മാർഗദർശനം നിലയ്ക്ക് മതങ്ങൾ പല വിധത്തിലാണ് കാണുന്നത്. പല നിലക്കുള്ള മോക്ഷത്തിൻ്റെ മാർഗങ്ങളുണ്ട്. എന്താണ് ശരിയായ മോക്ഷത്തിൻ്റെ മാർഗം? ശരിയായ മോക്ഷത്തിൻ്റെ മാർഗം ദൈവികമായ നിർദ്ദേശമാണ്. ആ ദൈവികമായ നിർദ്ദേശങ്ങൾ അവൻ്റെ മനുഷ്യന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ദൂതന്മാരിലൂടെയാണ് അത് എത്തിക്കുന്നത്. അവർക്ക് അതിന് മാർഗദർശനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗദർശനം ലഭിച്ചിരിക്കുന്നു, മറ്റാർക്കും ലഭിക്കാത്ത ഒരു സന്ദേശം, അതാണ് വഹ്യ് എന്ന സന്ദേശം. മനുഷ്യന് പ്രകൃതിയിൽ നൽകിയ പഞ്ചേന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും കഴിവിൻ്റെ പുറമെ ഒരു പ്രത്യേക അറിവും കൂടി നൽകി, അതാണ് വഹ്യ്. ആ വഹ്യിൻ്റെ സന്ദേശം അത് നിങ്ങൾ പിന്തുടർന്നാൽ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല. ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാം. അവിടെയാണ് മനുഷ്യൻ്റെ നാം മാർഗദർശനം നോക്കേണ്ടത്. അതിനെന്താണ് നാം ചെയ്യേണ്ട മാർഗം? പലരും പല നിലക്കുള്ള മാർഗങ്ങളാണെന്ന് മതങ്ങളിടയിൽ പ്രചരിച്ച് കാണുന്നത്. മോക്ഷത്തിൻ്റെ മാർഗങ്ങളായി പലരും പറയുന്നു. അതിന് ഇവിടെ ഇന്ന് ലോകത്ത് മതവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും എണ്ണത്തിൽ കൂടുതൽ കാണുന്ന മതവിശ്വാസികൾ ക്രിസ്തു മതത്തിൻ്റെ ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ ആദ്യമായി തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് അവൻ പാപിയായി. മനുഷ്യൻ ആദ്യം പാപിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ പാപിയായി വരുമ്പോൾ ഈ പാപത്തിന് ഇനി എങ്ങനെ അവൻ്റെ മോക്ഷം കിട്ടും? അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസം, വളരെ വികലമായ ഒരു വിശ്വാസമാണ് ക്രിസ്തു മതത്തിലേക്ക് പിന്നീട് കടന്നുകൂടിയത്. പക്ഷെ ആദ്യത്തിൽ ഇത് യേശുവിന് മാത്രമല്ല ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് അതാത് കാലത്ത് ഈ ആദമിന് ആദ്യ മനുഷ്യന് തന്നെ ആ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അന്ന് മനുഷ്യന് മോക്ഷത്തിൻ്റെ മാർഗം കിട്ടിയില്ല. ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞുപോയി, ഒരുപാട് കാലഘട്ടം കഴിഞ്ഞുപോയി. എന്നിട്ടും എന്താണ് മോക്ഷത്തിൻ്റെ മാർഗമെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്നു. അവസാനം ഈ മനുഷ്യന് അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കണം. ആ ശിക്ഷ കൊടുക്കണമെങ്കിൽ അതൊരു നീതിയാണല്ലോ, അള്ളാഹു നീതിമാനാണ്. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ നൽകണം, അതാണ് അതിൻ്റെ നീതി. പക്ഷേ അള്ളാഹു കാരുണ്യവാനാണ്, അവൻ വളരെ വളരെ കരുണയുള്ളവനാണ്. പക്ഷെ കാരുണ്യം ഉള്ളവൻ എങ്ങനെ ശിക്ഷിക്കുക? അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടിലും ഒരു ആശയക്കുഴപ്പമുണ്ടായി എന്നാണ് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിൽ കാണാൻ കഴിയുന്നത്. അതായത് ഇവർക്ക് നീതി നടപ്പിലാകണമെങ്കിൽ തെറ്റിന് ശിക്ഷ കൊടുക്കണം, എന്നാൽ കാരുണ്യവാനായ
ദൈവത്തിന് ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ ദൈവവിശ്വാസം വളരെ വികലമാക്കി തീർത്തു. അവിടെയാണ് പിശാചിൻ്റെ വിജയം. ഇവരുടെ ദൈവവിശ്വാസം ദുർബോധനം ചെയ്ത് വികലമാക്കി തീർത്തു. ആ വൈകല്യം വന്നത് എങ്ങനെയാണ്? ദൈവം തമ്പുരാൻ കുറേ കാലം ചിന്തിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ അവസാനം ഒരു തീരുമാനമെടുത്തു. ഇവരുടെ ദൈവം തന്നെ മനുഷ്യനായി ഈ ലോകത്തേക്ക് ജനിക്കാം. അങ്ങനെ ദൈവം മനുഷ്യപുത്രനായി ഇവിടെ ജനിക്കുന്നു. എന്നിട്ടോ ഈ മനുഷ്യന്മാർ ചെയ്ത എല്ലാവരുടെയും പാപങ്ങൾ, ആ പാപങ്ങൾ, അതിൻ്റെ എല്ലാ ഭാരം ഈ മനുഷ്യനായി ജനിച്ച ദൈവം, ആ മനുഷ്യൻ അത് ഏറ്റെടുത്തു. അത് യേശുക്രിസ്തുവാണ് എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം അത്ഭുത ജനനം തന്നെയാണ്, അത് സംശയവുമില്ല. പക്ഷെ എന്നിരുന്നാലും ദൈവത്തിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം വേണ്ടേ? അവിടെയാണ് മനുഷ്യന് നഷ്ടപ്പെടുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ബോധം. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് വേണോ തീരുമാനമെടുക്കാൻ? അതിനിടയിൽ ആദമിനെങ്ങനെ മോക്ഷം കിട്ടണം? അതുപോലെ തന്നെ ആദമിന് ശേഷം നോഹ്, ഒരുപാട് പ്രവാചകന്മാരും മനുഷ്യ സമൂഹം തലമുറകളെല്ലാം കഴിഞ്ഞുപോയി. അവർക്കെല്ലാം മോക്ഷം കിട്ടണമെങ്കിൽ അതിന് മോക്ഷത്തിന് വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് പുത്രനായി ദൈവം അങ്ങോട്ട് ജനിക്കുക. എന്നിട്ട് ആ എല്ലാവരുടെയും പാപം ആ മനുഷ്യനെ ഏറ്റെടുത്തിട്ടോ ആ പാപത്തിന് ശിക്ഷയായി അയാൾ സ്വയം കുരിശിലേറുക. അങ്ങനെ ഒരു കുരിശ്. കാരണം മനുഷ്യൻ്റെ എല്ലാ പാപങ്ങൾക്കും ശിക്ഷ അത് യേശു കുരിശിലേറ്റി. ആ കുരിശിലേറിയതുകൂടി തീർന്നു. അപ്പോൾ ആ യേശുവിനെ കുരിശിലേറ്റിയത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടിയാണ്. ആ കുരിശിലുള്ള വിശ്വാസവും ഈ കുരിശാരോഹണത്തിലുള്ള വിശ്വാസവും ആ യേശുവിലുള്ള വിശ്വാസവും ആ യേശു ദൈവപുത്രനാണ് എന്നുള്ള വിശ്വാസവും ഇതെല്ലാം ഉണ്ടെങ്കിൽ മനുഷ്യന് മോക്ഷമായി എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസമാണ് ഇന്ന് മനുഷ്യനെ ഏറ്റവും ദുഷിപ്പിച്ചത്. മനുഷ്യന് ഈ ദൈവിക സന്ദേശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കിട്ടിയ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷേ ഈ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ബുദ്ധിയുണ്ടോ, ഇങ്ങനൊരു വിശ്വാസത്തിൽ എത്തിച്ചേരുവാൻ യഥാർത്ഥത്തിൽ മനുഷ്യന് സാധിക്കില്ല, യഥാർത്ഥത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് ശരിയായ ദൈവ സന്ദേശം ഏതാണോ അതിലൂടെ കിട്ടിയ ആ കാര്യങ്ങൾ പ്രവർത്തിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യത്തെ മനുഷ്യന് മോക്ഷം കിട്ടാൻ ആയിരക്കണക്കിൽ കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ട് പോകേണ്ട ആവശ്യമില്ല. ആദമിന് തന്നെ മോക്ഷം കിട്ടാൻ എന്താണ് വേണ്ടത് എന്ന് സന്ദേശം ലഭിച്ചു. അതാണ് ഇമ്മാ ഏത്തി എന്നക്കും ഇന്നെ ഹുദ, എന്നിൽ നിന്ന് സന്മാർഗം നിങ്ങൾക്ക് ലഭിക്കും. ആ സന്മാർഗം പിന്തുടർന്നാൽ അവന് ഭയപ്പെടേണ്ടതില്ല. എന്തായിരുന്നു ആ സന്മാർഗം? മനുഷ്യനാണല്ലോ, പാപങ്ങളുണ്ടാവും. പാപങ്ങൾ ചെയ്താൽ ആ പാപങ്ങൾക്ക് മോക്ഷം കിട്ടാൻ പശ്ചാത്താപമാണ് വേണ്ടത്. എന്തും അങ്ങനെയാണ്. നമ്മുടെ ഭൗതികമായി ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഒന്ന് മലിനമായി കഴിഞ്ഞാൽ ആ മാലിന്യം ശുദ്ധിയായി കളയണം, അത് വൃത്തിയായിക്കണം, അതാണ് വേണ്ടത്. ആത്മീയമായും അങ്ങനെ തന്നെയാണ്. ആത്മീയമായി മനുഷ്യനെ ഇങ്ങനെ ഈ പാപത്തിൻ്റെ കറ പുരണ്ടാൽ ആ പാപത്തിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ അത് പശ്ചാത്താപത്തിലൂടെയാണ് അതിന് മോക്ഷം നൽകേണ്ടത്. അങ്ങനെ ആദ്യത്തെ മനുഷ്യത്തിന് പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് ചെയ്തത്. അത് പരിശുദ്ധ ഖുർആൻ അത് മനസ്സിലാക്കി തന്നത്. ഫതലഖ ആദമു റബ്ബിഹി കലിമാത്ത്, ആദ്യ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഏതാനും വചനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉരുവിടുകയും ചെയ്തു. അപ്പോൾ മനുഷ്യൻ ആ പശ്ചാത്താപത്തിലൂടെ മോക്ഷത്തിൻ്റെ മാർഗത്തിലേക്ക് അവൻ എത്തി. ആ പശ്ചാത്താപത്തിലൂടെ അവൻ പരിശുദ്ധനായി മാറി. ഫതാബ അലൈഹി, ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു. എന്തായിരുന്നു ആ പശ്ചാത്താപം? ആ പശ്ചാത്താപം രണ്ടാളും കൂടി പ്രാർത്ഥിക്കുകയാണ്, തെറ്റ് സമ്മതിക്കുക. മനുഷ്യനാകുമ്പോൾ തെറ്റ് വരികയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ആ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനോട്, നാഥ, എന്നിൽ കുറ്റബോധമുണ്ടായിട്ട് എനിക്ക് തെറ്റ് വന്നിരിക്കുന്നു, നീ എനിക്ക് മാപ്പ് തരണം, പുറത്തു തരണം, ഞാൻ ഖേദിച്ച് മടങ്ങുന്നു, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ മാതാപിതാക്കളായ രണ്ടുപേരും ആ പ്രാർത്ഥന അത് ഏറ്റുപറഞ്ഞു. അത് ഖാല റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നാഥ, ഞങ്ങളോട് തന്നെ തെറ്റിയിരിക്കുന്നു. നീ വിലക്കിയ വിലക്ക് ഞാൻ ലംഘിച്ചപ്പോൾ നിനക്കൊന്നും പറ്റിയില്ല, ഞങ്ങൾക്കാണ് പറ്റിയത്. ഞങ്ങളുടെ ജീവിതം നശിച്ചു പോവുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. വലംന അൻഫുസന, ഞങ്ങളോട് തന്നെ തെറ്റിയത്, പുറത്തു തരണം. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ആ കാരുണ്യം കൊണ്ട്
പശ്ചാത്താപം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി മാറും. ആ സ്വർഗത്തിൽ ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ പശ്ചാത്താപം അതാണ്. അത് ഏതെല്ലാം വിധത്തിലായിരിക്കണം ഇൻഷാ അല്ലാഹ് പിന്നീട് കേൾക്കാം. ഞാനിപ്പോൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.